അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. CPM ജില്ലാ സമ്മേളനത്തിന്റെ കൊടിമര ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ക്യാപ്റ്റനായ ജാഥയ്ക്കാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകിയത്. CPM ജില്ലാ സമ്മേളനത്തിന്റെ കൊടിമര ജാഥയ്ക്ക് മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സ്വീകരണം നൽകി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ക്യാപ്റ്റനായി കൂത്താട്ടുകുളത്തു നിന്നും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ജാഥയെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും ചേർന്നാണ് സ്വീകരിച്ചത്. മുനിസിപ്പൽ സൗത്ത് കമ്മിറ്റിക്ക് വേണ്ടി PB അനിൽകുമാർ, മുനിസിപ്പൽ നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി KG അനിൽകുമാർ, പായിപ്ര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് റിയാസ് ഖാൻ, പായിപ്ര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് ബാബു ബേബി, വാളകം ലോക്കൽ കമ്മിറ്റി PA രാജു, മാറാടി ലോക്കൽ കമ്മിറ്റി MN മുരളി, ആരക്കുഴ ലോക്കൽ കമ്മിറ്റി ബിനോയ് ഭാസ്കരൻ, ആവോലി ലോക്കൽ കമ്മിറ്റി MJ ഫ്രാൻസി. ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നു കേന്ദ്ര ഗവൺമെൻറ്. അത് കേരളത്തിനകത്തും നടക്കുന്നു. പുതിയ ഗവർണർ വന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ വ്യക്തതയില്ല. പക്ഷേ പഴയ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് വല്ലാത്ത നിലയിലുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത്, നമ്മൾ കാണണം. അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷവും അതോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത്. കേരളത്തിലെ പ്രതിപക്ഷം അതിനോടൊപ്പം ചേർന്നുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു, ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടാണ് കേരളത്തിലെ UDF മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നമുക്ക് നല്ലതുപോലെ ജനങ്ങളോട് പറയാൻ കഴിയണം. ജനങ്ങളോട് പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സമീപനം സ്വീകരിക്കാൻ നമുക്കാവണം. അത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ ഏറ്റവും പ്രധാനമാണ് എന്നുള്ളത് നമ്മൾ കാണണം. ജനങ്ങളെ സംഘടിപ്പിക്കുക, ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയുക, ജനങ്ങളെ കൂടുതൽ ആയുധവൽക്കരിക്കുക. അങ്ങനെ ആയുധവൽക്കരിച്ചുകൊണ്ട്, ആശയപരമായി ആയുധവൽക്കരിച്ചുകൊണ്ട് ഈ BJP ഗവൺമെൻറ്റിനെതിരെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെ പോരാടുക. കേരളത്തിലെ UDFും കോൺഗ്രസും എടുക്കുന്ന സമീപനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക. രാജ്യത്തെ BJP ഗവൺമെൻറ്റിനെ ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളിൽ ശക്തിയുക്തം മുന്നേറുക എന്നുള്ള സമീപനം സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം PM ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ, കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ്, കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ്, മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിന് ശേഷം കോലഞ്ചേരി ഏരിയ സ്വീകരണ കേന്ദ്രം വരെ പ്രവർത്തകർ ജാഥയെ അനുഗമിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി, എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറൻറ്റ്, വിശ്വസ്തം.